2023 അവസാന പാദത്തിൽ 8.4% വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന രാജ്യം എന്നൊരു പദവിയിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. തൊട്ടു മുൻപത്തെ വർഷം ഇതേ കാലയളവിൽ ഉണ്ടായതിനേക്കാൾ 8.4% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വർഷത്തിലാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ശക്തിയും സ്ഥിരതയുമാണ് ഇത് കാണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. അടുത്ത ഏതാനും വർഷങ്ങൾക്കകം തന്നെ ജപ്പാനെയും ജർമ്മനിയെയും മറികടന്ന് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ് ശക്തിയായി മാറുമെന്നാണ് വിവിധ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പ്രവചിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രതീക്ഷിച്ചതിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞത് രാജ്യത്തിലെ ഉൽപാദന മേഖലയുടെ മികച്ച പ്രകടനം കൊണ്ടാണ് എന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കാലയളവിൽ ഈ മേഖലയിലുണ്ടായത് 11.6% വളർച്ചയാണ്. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 2/3 വരുന്ന സ്വകാര്യ ഉപഭോഗവും 3.5% വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉള്ളി പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിലയിലുണ്ടായ വർധനവ് ആളുകളുടെ വാങ്ങൽ ശേഷിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. തുടർന്ന് ഭക്ഷ്യവില പണപ്പെരുപ്പം തടയൽ സർക്കാർ ചില നടപടികൾ കൊണ്ടുവന്നിരുന്നു. അത് ഫലവത്തായി എന്നാണ് ഈ അവസാന പാദത്തിലെ കണക്കുകൾ കാണിക്കുന്നത്. അതിനു പുറമെ അടുത്ത കാലത്ത് അടിസ്ഥാന സൗകര്യ വികസനം പോലുള്ള മേഖലകളിൽ സർക്കാർ ചെലവഴിക്കുന്ന തുക മോദി സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. അതുപോലെ ഫോണുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഡ്രോണുകൾ, സെമി കണ്ടക്ടറുകൾ എന്നിവയുടെ നിർമ്മാണ മേഖലകളിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില ഇൻസെന്റീവുകളും പ്രഖ്യാപിച്ചിരുന്നു. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യയെ മറ്റ് രാജ്യങ്ങൾക്കൊപ്പം തന്നെ മത്സരിക്കുന്നതിന് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച $15.2 ബില്യൺ ചെലവ് വരുന്ന 3 സെമി കണ്ടക്ടർ നിർമ്മാണശാലകൾ ആരംഭിക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. എന്നാൽ 3.7 ട്രില്യൺ സമ്പദ്ഘടനയുടെ 15%-ഓളം പങ്കുവഹിക്കുന്ന കാർഷിക മേഖല ആവശ്യത്തിന് മഴ ലഭിക്കാത്തതിനാൽ ദുരിതത്തിൽ തുടരുകയാണ്. ഈ വർഷം അതായത് 2024 ഇന്ത്യയുടെ വളർച്ച 6.5% ആയിരിക്കും എന്നാണ് അന്താരാഷ്ട്ര നാണയനിധി പറയുന്നത്. ഇതേ കാലയളവിൽ ചൈന കൈവരിക്കുന്ന വളർച്ച 4.6% ആയിരിക്കും. പ്രോപ്പർട്ടി വിപണി പ്രതിസന്ധിയിലായതിനെ തുടർന്ന് ചൈനീസ് സമ്പദ്ഘടന വൻ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. വലിയ തോതിൽ തന്നെ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുമ്പോൾ എല്ലാത്തിനും വില കുറയുന്ന പണച്ചുരുക്കം എന്ന പ്രതിഭാസത്തെയും ചൈന അഭിമുഖീകരിക്കുകയാണ്. എന്തായാലും മറ്റ് രാജ്യങ്ങളെ കടത്തിവെട്ടി ഇപ്പോൾ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിലും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.